ഹലോ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു എഗ് റോസ്റ്റാണ്. അപ്പോൾ ആദ്യം സവാള തക്കാളി ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് എഗ്ഗിലോട്ട് സോൾട്ട് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ എഗ്ഗ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാനാണ്. ഇതൊന്ന് കുറച്ചതിന് ശേഷം തീയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് മൂടി വെച്ച് എന്നിട്ട് അത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ സവാള ഉപ്പിട്ട് നന്നായി ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പളേ വേവിച്ച് വെച്ച എഗ്ഗ് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൊന്ന് മുറിച്ച് കൊടുക്കണം. മുറിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള അപ്പോഴേക്കും വെന്തുണ്ടാവും. എന്നിട്ട് സവാളയിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി കുറച്ചധികം വേണം. തക്കാളിയൊക്കെ ഇട്ട് വെന്തതിന് ശേഷം നമ്മളിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികളിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് വേണ്ടത്ര കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പോഴേ മുറിച്ച് വെച്ച എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എഗ്ഗ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇടുന്നത് ഓപ്ഷനിലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇട്ട് വെച്ചാൽ. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.